അത് പറയേണ്ട രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ പടം, ലാലേട്ടൻ പൊളിച്ച്. ഡിഗ്രേഡ് കേട്ടിട്ടാണ് വന്നത്. അവരോട് പറയാനൊന്നേ ഉള്ളൂ, അവരുടെ സ്റ്റാൻഡേർഡ്സ് ഒന്ന് ഉയർത്തുക. ഇമാതിരി പടങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. എല്ലാരും വന്ന് കാണണം, സൂപ്പർ ആയിട്ട് നൈസ് ആയിട്ടുണ്ട്. ലാലേട്ടൻ സ്കോർ ചെയ്യണം. മേക്കിംഗ് അടിപൊളി, ഡയറക്ഷൻ അടിപൊളി, അടിപൊളിയായിരുന്നു. നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. വളരെ ആരാധന തോന്നിയ ഒരു പടം കൂടിയാണ്. പൃഥ്വിരാജിനോട് ആരാധന കൂടിയെന്ന് വേണം പറയാൻ. ലൂസിഫർ അല്ല, അതിന് പ്രത്യേകിച്ചൊരു വേറൊരു മാനമാണ്. ലൂസിഫറിനെ പോലെയല്ല, വ്യത്യാസമാണ്. പക്ഷേ എന്താ പറയുന്നത്, വലിയൊരു ക്യാൻവാസിൽ ചെയ്തിരിക്കുന്ന പടമായതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പടമാണ്. ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് പുള്ളി. പിന്നെ സ്ക്രിപ്റ്റ് പ്രത്യേകിച്ച് പറയാനില്ല. അതുപോലെ തന്നെ ക്യാമറ, മ്യൂസിക് എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വളരെയധികം പേഴ്സണലി ആരാധന തോന്നിയ ഒരു ചിത്രം, ഒരു ഡയറക്ടർ നിലയിൽ പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയം വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. അത് പറയേണ്ട രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. അത് അറിഞ്ഞിരിക്കേണ്ട രാഷ്ട്രീയം തന്നെയാണ്, ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വല്ലാത്തൊരു ചിന്തയിലൂടെ നമ്മൾ കടത്തിവിടും. ആ ഒരു കടന്നു പോക്കിലൂടെ നമ്മൾ പലതും മനസ്സിലാക്കും. പിന്നെ സിനിമ എന്ന് പറയുന്ന കുറച്ച് ഡ്രാമ കൂടിയാണല്ലോ, ഡ്രമാറ്റിക്കലിയാണ്. അത് കുറച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് പുള്ളി. അത് ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയുടെ ആ ഒരു ചുറ്റുപാടിൽ നിന്നോട് നോക്കുകയാണെങ്കിൽ അത് വേണ്ടതാണ്. ആ ഒരു ഡ്രമാറ്റിക്കലി കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ തിരക്കഥാ വയസ്സാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ മനസ്സിലാക്കണം, ഇത് ഉൾക്കൊള്ളണമെന്നാണ്. ഇന്ത്യ മുഴുവൻ ഈ ചിത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ലൂസിഫറിൽ ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ ഇത് കണ്ടതോടുകൂടി മൂന്നാം ഭാഗത്തിന് വേണ്ടി തീർച്ചയായിട്ടും പ്രതീക്ഷ. മേക്കിംഗ് അടിപൊളി, ഡയറക്ഷൻ അടിപൊളി. എനിക്കൊന്നും പറയില്ല, ഗൂസ്ബംസ് ഒക്കെ അടിച്ചിരിക്കും. തോന്നി, പക്ഷെ അത് ആവശ്യമുള്ള കഥയുടെ ബിൽഡപ്പിന് അടിപൊളി, സൂപ്പർ. എല്ലാരും വന്ന് കാണണം, സൂപ്പർ ആയിട്ട് നൈസ് ആയിട്ടുണ്ട്. എല്ലാരും വന്ന് കാണണം. എല്ലാം ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു. അടിപൊളി പടമായിരുന്നു. ഡിഗ്രേഡ് കേട്ടിട്ടാണ് വന്നത്. അവരോട് പറയാനൊന്നേ ഉള്ളൂ, അവരുടെ സ്റ്റാൻഡേർഡ്സ് ഒന്ന് ഉയർത്തുക. ഇമാതിരി പടങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഡിഗ്രേഡ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അടിപൊളി പടം. ലാലേട്ടന്റെ വമ്പൻ പൃഥ്വിരാജ് അടിപൊളി. അടിപൊളി പടമാണ്, സൂപ്പർ പടം. ലാലേട്ടൻ പൊളിച്ച്. പൃഥ്വിരാജിനെ പറയണ്ട, സൂപ്പർ. അടിപൊളിയായിരുന്നു. മോഹൻലാല് പൃഥ്വിരാജും കൂടെ അടിച്ച് പൊളിക്കുകയായിരുന്നു. നല്ല സിനിമയായിരുന്നു, കൊള്ളാം കേട്ടോ. നല്ല സിനിമയാണ്. പൃഥ്വിരാജിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. പിന്നെ മോഹൻലാലിന്റെ അഭിനയം നല്ല ബെറ്റർ ആയിരുന്നു. ഇതിലെ പൊളിറ്റിക്സ് ഒക്കെ ഭയങ്കര ഇപ്പൊ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് എടുത്ത പടമാണ്. ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? ആ ഒരു ഫൈറ്റും കാര്യമൊക്കെ എങ്ങനെയുണ്ട്? എങ്കുരാൻ പടം അടിപൊളിയാണ്. ബോളിവുഡ് മൂവി കാണുന്ന സെയിം ഫിലിമാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയാണ് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. ആക്ടർ പ്രത്യേകിച്ച് രക്ഷയില്ല. എന്തായാലും വെരി നൈസ്. ഇത് കാണിക്കുമ്പോൾ ഉള്ള ഒരു തിയേറ്ററിലെ ഒരു എങ്ങനെയായിരുന്നു? ഇതിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? ഒരൊറ്റ ഫ്രെയിം പോലും മോശം. ലാലേട്ടൻ സ്കോർ ചെയ്യണം. അയ്യോ, അതായത് ലാലേട്ടനെ കാണിക്കുന്ന സ്ഥലത്ത് മുഴുവൻ ജനങ്ങളുടെ ഗൈഡിയാണ്. ഗൈഡിച്ചാൽ ഇടയ്ക്ക് ആരോ പറഞ്ഞ എന്തോ പടം മാസ് പടമാണ്. ലാലേട്ടന്റെ ഒരു ഫാനാണ്. പ്രതീക്ഷിച്ച് പോയ സാധനം കിട്ടിയ സെക്കൻഡ് ഹാഫ് എനിക്ക് ആ ഒരു പ്രതീക്ഷ കിട്ടിയ. ഫസ്റ്റ് ഹാഫ് കിട്ടി. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കിട്ടും. അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് സൂപ്പർ. അടിപൊളിയാണ്. മോഹൻലാലാണോ പൃഥ്വിരാജ്? രണ്ടുപേരും അടിപൊളിയാണ്. പൃഥ്വിരാജ് അടിപൊളിയാണ്. രണ്ടു വട്ടം കാണാം. മോഹൻലാലിന് പ്രതീക്ഷിച്ച സാധനമൊക്കെ കിട്ടി. മോഹൻലാലിന്റെ പ്രതീക്ഷയിനപ്പുറം കിട്ടി. കുഴപ്പമില്ല. ലൂസിഫറിനെ കാട്ടി കൊള്ളാം. ആ പടം അടിപൊളി. ഇതുമാണ് നമ്മളെ തേടിന് വേണ്ടി കാത്തിരിക്കുന്ന ശരിക്കൊരു മാസമാണ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ല. ഈ പടത്തിന്റെ ഒരു ഒന്നും പ്രവചിക്കാൻ അല്ലെങ്കിൽ ആരും പറയുന്നത് കേൾക്കാതെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. മഞ്ജു ചേച്ചിയൊക്കെ പൊളിച്ചായിരുന്നു. സൂപ്പർ. ഇവിടെ എന്താ പറയാനുള്ള? ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും മേഡം. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെട്ടോ? കാണാനുണ്ടോ? അടുത്തതിന് മൂന്നാമത്തെ വരണം. അത് കാര്യങ്ങൾ അടിപൊളിയായിരിക്കും. ആ ശരി. അണ്ണാ എങ്ങനെയുണ്ട് ഫിലിം?
എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം ആ മോഹൻലാലിന്റെ ഇഷ്ടം മോഹൻലാൽ എങ്ങനെയുണ്ട് മഞ്ജു വാര്യർ കൊള്ളാം, കുഴപ്പമില്ല, ആവറേജ് പടം. കൂടുതലൊന്നും പറയുന്നില്ല. പടം തിയേറ്ററിൽ വന്നിട്ട് കാണണം. ഈ പടം സെക്കൻഡ് ഹാഫ് പടം വേറെ ലെവൽ. ഒന്നും പറയാം. പ്രതീക്ഷയെക്കാട്ടിലും സൂപ്പറായിട്ട്. ആരും ഇഷ്ടപ്പെട്ടെ പൃഥ്വിരാജ് സെറ്റായിരുന്നു. എങ്ങനെയുണ്ട് ഫിലിം ആ ആയിരുന്നോ മോഹൻലാൽ എങ്ങനെയുണ്ട് സൂപ്പറാ പൃഥ്വിരാജിന്റെ മേക്കിംഗ് ആണോ എന്താണ് അതിന്റെ ഗുണമുണ്ട് നല്ല മേക്കിംഗ് ആയിരുന്നു, സ്റ്റോറി ഒരു ആവറേജ്. അനിരുദ്ധിന്റെ പോലെ ഒരു മ്യൂസിക് ഉണ്ടായോ അനിരുദ്ധിന്റെ പോലെ ഒരു മ്യൂസിക് ദീപക് ദേവിന് വരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല നല്ല പടം, നല്ല പടം. ഡയറക്ഷൻ നല്ല പ്രതീക്ഷിച്ച ആണോ അതോ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടോ ഇല്ല, പ്രതീക്ഷ തന്നെയാണ്. ഞാൻ വലുതായിട്ട് എക്സെപ്റ്റ് ചെയ്തതെല്ലാം വന്നത്, അല്ലാതെ വേറെ ഒന്നും നല്ല പടം. എന്നാലും അത്യാവശ്യം കണ്ടിരിക്കാം. അത്രേ ഉള്ളൂ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് എടുത്തത്. ഓവർ എക്സ്പെക്ടേഷൻസ് എടുത്തിട്ട് എല്ലാവരും പോകണ്ട. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഇത് മീറ്റപ്പ് ചെയ്യുന്നതിനുള്ളൊരു ക്വാളിറ്റി ആയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. മൂവി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ പോകുന്നത്. ആ ഒരു ലെവലിലോട്ട് എത്താൻ കഴിയുമ്പോൾ ഇതല്ലേ. പക്ഷേ പടം നല്ല രീതിയിൽ തന്നെ ഓവറോൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടരും ആവശ്യത്തിനുള്ളത് തട്ടാനുള്ളത് തട്ടിയിട്ടുമുണ്ട്. എങ്കിലും അത് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു നമുക്ക് നാടിന് എന്താണോ വേണമെന്ന് ആ ഒരു പൊളിറ്റിക്സ് തന്നെയാണ് ഇതിൽ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ ആരും ബാഡ് ആക്കിയിട്ടൊന്നുമില്ല. സൂപ്പർ നല്ല പടം. മോഹൻലാൽ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓ സൂപ്പർ. മോഹൻലാൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. കാരണം സ്ക്രീൻ പ്ലേ ആണ് പ്രധാന നെഗറ്റീവ്. ലൂസിഫറിൽ മുരളി ഗോപിന്റെ സ്ക്രീൻ പ്ലേ ഗംഭീരമായിരുന്നു. ഇതിൽ വന്ന സമയത്ത് സ്ക്രീൻ പ്ലേ ഒരു 10 സിനിമയ്ക്കുള്ള കാര്യങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞു. പിന്നെ സ്ലോ പേസ് ആണ്, സിനിമ സ്ലോ പേസ് ആണ്. പക്ഷെ ലൂസിഫർ സ്ലോ പേസ് ആണെങ്കിൽ ഓരോ മൊമെന്റ് കൃത്യമായിട്ടുള്ള മൊമെന്റുകൾ ഉണ്ടായിരുന്നു, നല്ല ത്രില്ലിംഗ് സീനുകൾ ഉണ്ടായിരുന്നു. ഇവിടെ പറ്റി വെച്ചാൽ ഓൾറെഡി ലാഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അത് വളരെ സ്ലോ പേസും കൂടി എടുത്ത സമയത്ത് വന്ന പ്രശ്നങ്ങൾ. പിന്നെ അവർക്ക് ഒരു ഐഡിയ ഇല്ല എന്തൊക്കെ കാണിക്കണമെന്നുള്ളത്. ഒരുപാടങ്ങ് എന്താ പറയാ മിക്സ് ചെയ്ത് ഓവർ കുക്ക് ചെയ്യുന്നൊക്കെ പറയില്ലേ, അത് ശരിക്കും മേക്കിംഗ് ഓവർ ടു ചേഞ്ച് ചെയ്തു. പിന്നെ സ്ക്രീൻ പ്ലേ ഒരു കണ്ടന്റ് മിസ്സിംഗ് ആണ്. ഇന്നത് കാണിക്കാം, അത് കാണിക്കാം, ഇത് കാണിക്കാം. പിന്നെ ഹോളിവുഡ് നിലവാരം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഹോളിവുഡ് പോർഷൻസ് വേറൊരു സിനിമയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തന്നെയായിരുന്നു. താങ്ക് യു. നല്ല സിനിമ ഫാമിലി അതായത് ഫാമിലിക്ക് ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഇമ്രാൻ സിനിമ കൊള്ളായിരുന്നു.